അടുത്തൊരു 40 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കണം. എന്തെങ്കിലും അത്യാവശ്യം സംസാരിക്കാനുള്ള ആളുകൾക്ക് ഈ ഹാളിന് പുറത്തു പോയിട്ട് സംസാരിക്കാം. അത് നമ്മുടെ കുട്ടികൾക്ക് സഹായമാകാനും അവർക്ക് മാതൃകയാകാനും വേണ്ടിയിട്ടാണ്. അതുപോലെ കൊച്ചുകുട്ടി ഗ്രൂപ്പിന്റെ അകത്തേക്ക് കൊച്ചുകുട്ടികളെ നിങ്ങൾ വിടാതിരിക്കുക. റെഡി? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് നമ്പർ 1 വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ വംശാവലി വിവരണത്തിൽ 6 മുതൽ 6 വരെയുണ്ട്. The ancestry begins from whom, ends with whom. നിങ്ങൾ കൺഫേം ചെയ്ത് പറഞ്ഞാൽ മതി. ആൻസർ റെഡി ആയിട്ട് നിങ്ങൾക്ക് പറയാം. അവർ പറഞ്ഞിരിക്കുന്ന ആൻസർ ഇതാണ്: അബ്രഹാം മുതൽ യേശു ക്രിസ്തു വരെ. ആൻസർ ശരിയാണ്. അവർക്ക് 5 മാർക്ക്. രണ്ടാമത്തെ ഗ്രൂപ്പിനോടുള്ള ചോദ്യം: അബ്രഹാം മുതൽ ക്രിസ്തു വരെ എത്ര തലമുറകളാണുള്ളത്? അബ്രഹാം മുതൽ ക്രിസ്തു വരെ എത്ര തലമുറകളാണുള്ളത്? അവർ ആൻസർ പറഞ്ഞു 42. കറക്റ്റ് ആൻസർ ആണ്. 5 പോയിന്റ്. ഗ്രൂപ്പ് നമ്പർ 3 ചോദ്യം: ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട. ആരുടെ വാക്കുകളാണ് ഇവ? നിങ്ങൾ ഗ്രൂപ്പിൽ കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഏഞ്ചൽ ഗബ്രിയേൽ എന്നുള്ള ആൻസർ ഞാൻ സ്വീകരിക്കുകയാണ്. ഏഞ്ചൽ ഗബ്രിയേൽ പറഞ്ഞിട്ടില്ല, കർത്താവിന് തോന്നത്തേ ഉള്ളൂ. എങ്കിലും അത് ഏഞ്ചൽ ഗബ്രിയേൽ ആണെന്ന് ലൂക്കാസ് സുവിശേഷം പറയുന്നതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. 5 മാർക്ക്. ഗ്രൂപ്പ് നമ്പർ 4 എമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥം? എമ്മാനുവൽ. ആൻസർ ശരിയാണ്. 5 മാർക്ക്. അടുത്തത് ഗ്രൂപ്പ് നമ്പർ 1 ചോദ്യം. 5ാമത്തെ ചോദ്യം: യേശു ജനിച്ചപ്പോൾ യൂദയ രാജാവ് ആരായിരുന്നു? Who was the king when Jesus was born in Judea? King Herod. Answer is right. 5 points goes to them. എല്ലാവരും വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ മാസവും ഇതുപോലെ നടത്താം. ജോസഫ് പോലെ പറഞ്ഞ പോലെ കുട്ടികൾ ബൈബിൾ പഠിക്കും. 6ാമത്തെ ക്വസ്റ്റ്യൻ: ക്രിസ്തു ജനിച്ചത് എവിടെ? അല്ലെ? നിങ്ങളുടെ മനസ്സിലൊന്നും ചോദ്യമല്ല. ഗ്രൂപ്പ് നമ്പർ 3 ചോദ്യം. 2ാമത്തെ ചോദ്യം: പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. ആരോട് പറഞ്ഞു? Go and inquire about the child. Who told whom? നിങ്ങൾക്ക് 30 സെക്കൻഡ് ആലോചിക്കാനുണ്ട്. ആലോചിച്ച് 30 സെക്കൻഡാണ് ആൻസർ പറഞ്ഞാൽ മതി. തെറ്റായിട്ടുള്ള ആൻസർ പറയരുത്, പിന്നീട് ശരിയാക്കാൻ പറ്റില്ല. ഉറക്കെ പറഞ്ഞു. ആരോട് പറഞ്ഞു? ടു ദ വൈസ് മെൻ. ശരിയായ ആൻസർ ആണ്. 5 മാർക്ക്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുന്ന ആൻസർ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബൈബിൾ പഠിക്കാനായിട്ട്. ജ്ഞാനികൾ, വൈസ് മെൻ, വാട്ട് ഡിഡ് ദേ ഓഫർ ടു ജീസസ്? വൈസ് മെൻ അവരെന്താണ് ഈശോയ്ക്ക് കാഴ്ചവെച്ചത്? നിങ്ങൾ എല്ലാവരും ആലോചിച്ചു. കൈവെക്കൊന്നും വേണ്ട. പൊന്ന്, മീറ, കുന്തിരിക്കം. അവർ പറഞ്ഞ ആൻസർ ആയിട്ടാണ്. അവർക്ക് 5 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് നമ്പർ 1 ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ ജോസഫിനോട് എങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്? ഈജിപ്റ്റ്. റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും ഏത് പ്രവാചകന്റെ വാക്കുകളാണ്? There's a cry in Rama. Women are crying.
which prophet? It's a citation from a prophet. മത്തായി സുവിശേഷം പ്രവാചകന്മാരുടെ വാക്കുകൾ കടമെടുത്തതാണ്. നിങ്ങൾക്ക് ആലോചിക്കാം, ആലോചിച്ച് മറുപടി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് ചെയ്യാം. പാസ്. അവർ പാസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടും. അടുത്ത ചോദ്യം നിങ്ങളോട് തന്നെ ആയിരിക്കും. പ്രോഫറ്റ് ഐസായ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആൻസർ തെറ്റാണ്. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും ഏത് പ്രവാചകന്റെ വാക്കുകളാണ്? A huge cry in Rama. Is it your answer, Abraham? സമയം കഴിഞ്ഞു. Prophet Jeremiah, right answer. They get 3 points. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്. You can talk please. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഓരോ ഗ്രൂപ്പിനും കിട്ടിയ പോയിന്റ്സ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ ടീം 1 18 points. Team 1 18 points. Team 2 10 points. Team 3 10 points and Team 4 10 points. അടുത്തത് ഗ്രൂപ്പ് നമ്പർ 3 ചോദ്യം. ഗ്രൂപ്പ് നമ്പർ 3 ഏത് സാഹചര്യത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് സുവിശേഷകൻ ജെറമ്യാ പ്രവാചകന്റെ വാക്കുകൾ ഉദ്ധരിച്ചത്? In which circumstance the evangelist used that citation from prophet Jeremiah? ഇപ്പൊ നമ്മളൊരു സൈറ്റേഷൻ പറഞ്ഞില്ല, റാമായ ഒരു വിലാപം, വലിയ കരച്ചിലും മുറവിളിയും. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സൈറ്റേഷൻ പ്രവാചകനായ ജെറമ്യായുടെ വാക്കുകൾ കടമെടുത്ത് ഇവാഞ്ചലിസ്റ്റ് പറയുന്നത്? In this circumstance, evangelist Matthew used that citation from prophet Jeremiah. നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. In which circumstance prophet Jeremiah അത് ആൻസർ പറഞ്ഞതാണ്. അത് പറഞ്ഞ മറുപടി ശരിയാണ്. 2 വയസ്സ് താഴെയുള്ള ശിശുക്കളെ കൊന്നൊടുക്കാനായിട്ട് ഹെറോദോസ് കൽപ്പിച്ചു. ടൈം കഴിഞ്ഞു. ടൈം കഴിഞ്ഞാണ് അവർ ആൻസർ പറഞ്ഞത്. അതെ, അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. കാരണം അതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കാൻ പറ്റിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ടീം നമ്പർ 4 ഹെറോദോസിന്റെ മരണശേഷം കർത്താവിന്റെ ദൂതൻ ജോസഫിനോട് ഏത് ദേശത്തേക്ക് പോകുവാനാണ് പറഞ്ഞത്? After the death of King Herod, the angel appeared to Saint Joseph and advised him to go to which place? നസ്രത്ത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആൻസർ ഭാഗികമായിട്ട് ശരിയാണ്. എന്ന് പറഞ്ഞാൽ ഹാഫ്, പകുതി ശരിയാണ്. മത്തായി സുവിശേഷത്തിന് നസ്രത്തിലേക്ക് പോകാനായിട്ടല്ല പറയുന്നത്, ഇസ്രായേൽ ദേശത്തേക്ക് പോകാനായിട്ടാണ് പറയുന്നത്. അവർക്കതുകൊണ്ട് പകുതി മാർക്ക് കൊടുക്കാം. 2.5 3 ആയിക്കോട്ടെ. കാരണം അത് കറക്റ്റ് ആൻസർ പറഞ്ഞില്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പ് കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ പോയി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് വായിക്കണം. നസ്രത്തിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ വേറെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അവൻ നസ്രത്തിൽ പോയി താമസിച്ചൊന്നും കാണുന്നുണ്ട്. പക്ഷെ ഇസ്രായേൽ ദേശത്തേക്ക് പോവുക എന്നാണ് ദൂതൻ അവരോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ. അടുത്ത ഗ്രൂപ്പ് നമ്പർ 1 ചോദ്യമാണ്. ഹെറോദോസ് രാജാവിന്റെ മകന്റെ പേരെന്തോ? What was the name of
King Herod's son. Answer അറിയാമല്ലോ പറഞ്ഞു ഇല്ലെങ്കിൽ പാസ് ചെയ്യാം. What was the name of King Herod's son? കഴിഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പുകാർക്ക് ആൻസർ അറിയാമെങ്കിൽ പറയാം. ആർക്കിലാവും? ഓക്കെ. ഗ്രൂപ്പ് നമ്പർ 3 3 പോയിന്റ്സ്. അടുത്ത ചോദ്യം ഗ്രൂപ്പ് നമ്പർ 2 യേശു വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. യേശു നസ്രായൻ എന്ന് വിളിക്കപ്പെടുവാൻ കാരണമുണ്ട്. Why Jesus was called? Yeah, that is the place where he lived. Please, 5 points for them. അടുത്ത ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് നമ്പർ 3 സ്നാപകയോഹന്നാൻ ഏത് മരുഭൂമിയിലാണ് പ്രസംഗിച്ചത്? John the Baptist preached in which desert? Desert in which place? എല്ലാ ഗ്രൂപ്പിലും ആലോചിക്കാം. യൂദയായിലെ മരുഭൂമിയിലാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രസംഗിച്ചത്. ഏത് പ്രവാചകന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് സ്നാപകയോഹന്നാൻ പ്രസംഗിച്ചത്? John the Baptist preached citing which prophet's words? സ്നാപകയോഹന്നാൻ പ്രസംഗിച്ചില്ലേ? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം കർത്താവിന് വഴിയൊരുക്കുകയും അങ്ങനെ പ്രസംഗിച്ചില്ലേ? അത് that was taken from one of the prophets. Who was that prophet? Answer ആലോചിച്ച് പറഞ്ഞു. ആൻസർ ഏതാ? ഉറക്കെ പറഞ്ഞു. That is right answer. Prophet Isaiah. മിടുക്കി. നമ്മൾ ഒന്ന് ബാക്കി ആർക്ക് നിശ്ചയില്ല. ഉപേക്ഷിക്കാൻ നോക്കിയതാ അല്ലേ? അടുത്ത ചോദ്യം ഗ്രൂപ്പ് നമ്പർ 1 സ്നാപകയോഹന്നാന്റെ വേഷം എന്തൊക്കെയായിരുന്നു? What was the dress of John the Baptist? Camel's hair, ഒട്ടകരോമവും തോൽ വസ്ത്രവും. റൈറ്റ് ആൻസർ. ഗ്രൂപ്പ് നമ്പർ 2 അടുത്ത ചോദ്യം. What was the food of John the Baptist? Very easy. ഒട്ടകരെയും കാട്ടുന്നത്. റൈറ്റ് ആൻസർ. അടുത്തത് ഗ്രൂപ്പ് നമ്പർ. അടുത്തത് ആരെല്ലാമാണ് സ്നാപകയോഹന്നാന്റെ അടുക്കൽ പ്രസംഗം കേൾക്കാൻ എത്തിയത്? Who did come to listen to the preaching of John the Baptist? Pharisees and Sadducees. Yeah, right. Pharisees സദുക്കായരുമാണ് സ്നാപകന്മാർ. 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം കഴിയുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഒരിക്കൽ കൂടി അനലൈസ് ചെയ്യും കേട്ടോ. 20ാമത്തെ ചോദ്യം ഗ്രൂപ്പ് നമ്പർ 4 യേശു സ്നാനം സ്വീകരിക്കാൻ ജോർദാനിലേക്ക് വന്നത് എവിടെ നിന്നാണ്? Where did Jesus come from to river Jordan? Where did Jesus come from? River Jordan. Come to river Jordan. Where did Jesus come from? നിങ്ങൾ കൺട്രി ആലോചിച്ച് പറഞ്ഞു. 30 സെക്കൻഡ് ഉണ്ട്. ആൻസർ പറഞ്ഞോ? റെഡി? ഏതാ ആൻസർ? അത് പറയുന്നത് നസ്രത്ത് നിന്നാണ്. നസ്രത്ത് ഈസ് ദ റോങ് ആൻസർ. Question is coming to you. Where did Jesus come from to river Jordan? ഏത് സ്ഥലത്ത് നിന്നാണ് യേശു? എവിടെ? ഗാലിലി. റൈറ്റ് ആൻസർ. 20 ചോദ്യം കഴിഞ്ഞു. 20 ചോദ്യം കഴിഞ്ഞപ്പോൾ ആൻസർ ടോട്ടൽ ചെയ്യാണ്.
മത്സരം വളരെ വാശിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടീം 1 ഈ 2 ക്വാർട്ടർ കഴിഞ്ഞപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടീം 1 കിട്ടിയ മാർക്ക് 26. ടീം 1 26. ടീം 2 ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഉറച്ചു പറഞ്ഞുകൊണ്ട് ടീം 2 20. ടീം 3 just behind team 1 23. And team 4 18. അപ്പോൾ നമ്മൾ മത്സരത്തിന്റെ പകുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ടീം 1 26 പോയിന്റോടെ മുൻപിൽ നിൽക്കുന്നു. ടീം 3 23 പോയിന്റോടെ സെക്കൻഡ്, ടീം 2 20 പോയിന്റോടെ തേർഡ് ആൻഡ് ടീം 4 18 പോയിന്റോടെ ഫോർത്ത്. ഇനി നിങ്ങൾക്ക് മുൻപോട്ട് വരാനുള്ള അവസരമാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രൂപ്പ് നമ്പർ 1 ടീം നമ്പർ 1 21ാമത്തെ ചോദ്യം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം എന്താണ്? What was the voice came from heaven? Very good, very good. You are the beloved son in whom I am well pleased. നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആൻസർ ശരിയാണ്. 5 പോയിന്റ്സ് ടീം 1. 22ാമത്തെ ക്വസ്റ്റ്യൻ ഗോസ് ടു ടീം 2. യേശു